കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി കിഫ്ബി സംഘം വിലയിരുത്തും. നിയോജക മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കുന്ന പ്രധാന പ്രവൃത്തികളുടെ അവലോകന യോഗത്തിന്റേതാണ് തീരുമാനം. വള്ളിക്കാവ് മാർക്കറ്റ് നവീകരണ നടപടികൾ വേഗത്തിലാക്കും. കാട്ടിൽക്കടവ് പാലത്തിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ CR മഹേഷ് MLA യോഗത്തിൽ നിർദ്ദേശം നൽകി. കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കുന്ന പ്രധാന പ്രവൃത്തികളുടെ അവലോകന യോഗമാണ് CR മഹേഷ് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നത്. താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20-ന് ആരോഗ്യമന്ത്രിയുടെ യോഗം ചേരുമെന്ന് MLA അറിയിച്ചു. നഗരസഭാ ചെയർമാനെ പങ്കെടുപ്പിച്ച പ്രാദേശിക തലത്തിൽ യോഗം ചേരാനും MLA നിർദ്ദേശം നൽകി. ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം 95% പൂർത്തിയാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങളിൽ ആകെയുള്ള 379-ൽ 170 എണ്ണം വാങ്ങി. ബാക്കിയുള്ളവ KMCC വഴി വാങ്ങുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതായും ബന്ധപ്പെട്ടവർ യോഗത്തെ അറിയിച്ചു. കുലശേഖരപുരം വള്ളിക്കാവ് മാർക്കറ്റിന്റെ നവീകരണത്തിനായി കിഫ്ബി ഫണ്ട് അനുവദിച്ചതാണ്. എന്നാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ യോഗത്തിൽ MLA നിർദ്ദേശിച്ചു. തഴവ ഗവൺമെന്റ് കോളേജിനായി 65 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് കിഫ്ബി ബോർഡിൽ അംഗീകാരത്തിനായി സമർപ്പിക്കാൻ കിറ്റ്കോയോട് കിഫ്ബി CEO നിർദ്ദേശിച്ചു. ചിറ്റുമൂല റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി രാജ്കുമാർ ആൻഡ് കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. പാലത്തിന്റെ ഡിസൈൻ രൂപീകരിക്കുന്നതിനുള്ള സമയമാണ് നിലവിലുള്ളത്. KSEBയുടെയും വാട്ടർ അതോറിറ്റിയുടെയും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനുള്ള നടപടി ടെൻഡർ സ്റ്റേജിലാണെന്നും 2 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാമെന്നും റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ യോഗത്തെ അറിയിച്ചു. കാട്ടിൽക്കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാനും MLA നിർദ്ദേശം നൽകി. ഓച്ചിറ കൊറ്റമ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം ജനുവരിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. MLA കൂടാതെ കിഫ്ബി അഡീഷണൽ CEO മിനി ആന്റണി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ, കിറ്റ്കോ സീനിയർ ഓഫീസർ രജിത തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.